അങ്ങനെ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ യൂണിറ്റി കോളേജിലാണ്. മംഗലാപുരത്തുള്ള യൂണിറ്റി നഴ്സിംഗ് കോളേജിലാണ് ഞാനിന്നുള്ളത്. എൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് നമ്മുടെ യൂണിറ്റിയുടെ അക്കാഡമി ബ്ലോക്ക് വരുന്നത്. ഇവരുടെ ഹോസ്പിറ്റൽ വരുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ്. ഏകദേശം 350 ബെഡുള്ള സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇവർക്കുള്ളത്. നമ്മളിന്ന് മെയിനായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത് ഇവർക്ക് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്, ദെൻ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണുള്ളത് എന്നതാണ്. നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ആണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവർക്ക് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് 3 പ്രോഗ്രാംസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണ്, ദെൻ പിന്നെ ജനറൽ നഴ്സിംഗ് ഉണ്ട്, പിന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് BSc നഴ്സിംഗും അവൈലബിൾ ആണ്. ഇവിടെ BSc നഴ്സിംഗ് തുടങ്ങിയിട്ട് ഇത് 31ാമത്തെ വർഷമാണ്. അതായത് BSc നഴ്സിംഗ് എന്ന് പറയുന്നൊരു കോഴ്സ് ഇംപ്ലിമെൻ്റ് ആവുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ BSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത വളരെ ടോപ്പായിട്ടുള്ള വളരെ ഓൾഡായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിറ്റി കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ BSc നഴ്സിംഗും അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ്, ദെൻ പോസ്റ്റ് BSc, അത് കൂടാണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിട്ട് ഇവരുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂവും ഈ കോളേജിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലിൽ അത് പോസ്റ്റ് ചെയ്ത് കണ്ടിട്ട് കുറേ കൂട്ടുകാർ ഇവിടെ അഡ്മിഷൻ എടുത്തു. ഞാൻ ഇന്ന് വന്നിട്ട് ആ കൂട്ടുകാരായിട്ട് അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. വളരെ നല്ല റിവ്യൂ ആണ് എല്ലാ കൂട്ടുകാരും പറയുന്നത്. അവർക്ക് കിട്ടുന്ന ക്ലാസ്സസിനെ കുറിച്ചും അവർക്ക് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പ്ലോഷറിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നല്ല ഒപ്പീനിയനാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തോട്ട് നഴ്സിങ്ങിനോ അല്ലെങ്കിൽ വേറൊരു കോഴ്സിന് കുട്ടികളെ വിടുമ്പോൾ പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്റ്റൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഹോസ്റ്റൽ സെപ്പറേറ്റ് ആണോ, ദെൻ വാർഡൻസ് അവൈലബിൾ ആണോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. യൂണിറ്റിയെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ ഹോസ്റ്റൽ വരുന്നത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഹോസ്റ്റൽ സെപ്പറേറ്റ് ഹോസ്റ്റലാണ് വരുന്നത്. ഇവിടുന്ന് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ക്യാമ്പസിന് പുറത്താണ് വരുന്നത്. ഇവിടുന്ന് കോളേജിൻ്റെ ബസ് ഉണ്ടാവും. ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിട്ടതിന് ശേഷം അവിടുന്ന് പിക്ക് ചെയ്താണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ദെൻ ഫുൾ ടൈം വാർഡൻ അവൈലബിൾ ആണ്. ലേഡീസ് ഹോസ്റ്റലിൽ 2 വാർഡൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റുഡൻസിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കൺസേണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ദെൻ രണ്ടാമത്തെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ നിൽക്കുന്നത് അവരുടെ മെയിൻ ക്യാമ്പസിലാണ്. ഈ മെയിൻ ക്യാമ്പസിൽ നിന്ന് നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് ജസ്റ്റ് 4 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ ഔട്ടാണെങ്കിൽ ജസ്റ്റ് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു ശനിയും ഞായറും ലീവ് ഉണ്ടെങ്കിൽ പോലും ജസ്റ്റ് പോകണമെങ്കിൽ നാട്ടിൽ പോയിട്ട് കുട്ടികൾക്ക് വരെ ഇവിടുന്ന് വൈകുന്നേരം കയറിയിട്ട് നാട്ടിൽ പോയിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം കയറി നാട്ടിൽ പോയിട്ട് ശനിയാഴ്ച വീട്ടിൽ നിന്ന് ഞായറാഴ്ചയും വീട്ടിൽ നിന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം കയറി തിങ്കളാഴ്ച രാവിലെ ഇവിടെ വന്നിട്ട് പോകണമെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ പറ്റും. സോ വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ BSc നഴ്സിംഗ് എടുത്തിട്ട് എല്ലാ കൂട്ടുകാരുടെയും ഇപ്പം കുറേയേറെ കൂട്ടുകാരുടെ ഒരു ആഗ്രഹമാണ് BSc നഴ്സിംഗ് എടുത്തതിന് ശേഷം പുറത്തുള്ള ഏതെങ്കിലും കൺട്രിയിലൊക്കെ പോയിട്ട് സെറ്റിലാവണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റിയും ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് നല്ല ഫാക്കൽറ്റിയും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പായി വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ യൂണിറ്റിയൊക്കെ പോലുള്ള ക്വാളിറ്റിയുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലുള്ള കോളേജിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ യൂണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അത് കൂടാണ്ട് NABH അഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ കൂടെയാണ്. സോ ഇത്തരത്തിലുള്ള കോളേജുകളിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇല്ല, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന നിങ്ങളുടെ ക്ലിനിക്കൽ സ്കില്ല് ഭയങ്കര ബാഡായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോലി കിട്ടലും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം നല്ലൊരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ നേടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ എൻ്റെ Instagram ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് Instagramൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.